അതിൻ്റെ ഉള്ളിലേക്കൊക്കെ നോക്കുമ്പോൾ നമ്മൾ പഴയ സിനിമകളിലോ അല്ലെങ്കിൽ സ്വപ്നങ്ങളിലൊക്കെ കാണുന്ന രൂപത്തിലുള്ള ആ ഒരു ഫീലാണ് കേട്ടോ ശരിക്കും നോക്കി കഴിഞ്ഞാൽ. ഇവിടുന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയുന്നുണ്ടാവും കൂറ്റൻ പാറകൾ ഇങ്ങനെ കൊത്തിയെടുത്ത് ഇതുപോലെ ആ മുകളിലേക്കൊക്കെ എത്തിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതും 900 വർഷം മുന്നേ എന്ന് പറയുന്നത്. അപ്പോൾ 30 വർഷം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ആ ഒരു ക്ഷേത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹായ് സുഹൃത്തുക്കളെ, ഞങ്ങളിന്ന് കംബോഡിയയിലുള്ള കേട്ടോ. അപ്പോൾ കംബോഡിയയിൽ വന്നപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ആ ഒരു ക്ഷേത്രം കാണാമെന്ന് വിചാരിച്ചതാണ് ഞങ്ങൾ ടീമായിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. 900 വർഷം പഴക്കമുണ്ട് എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഇതുപോലൊരു കൊത്തുപണി ലോകത്തിൽ എവിടെയും കാണാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം അത്രമാത്രം കൊത്തുപണികൾ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അതായത് കരിങ്കല്ലിൽ ചെയ്തിട്ടുള്ളതാണ്. സൂര്യവർമ്മൻ എന്ന് പറയുന്ന സൂര്യവർമ്മൻ രണ്ടാമൻ അദ്ദേഹമാണ് ഈ ഒരു ക്ഷേത്രം പണിയിപ്പിച്ചത്. 400 ഏക്കറിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിതാ ക്ഷേത്രത്തിലേക്ക് അങ്ങോട്ട് പ്രവേശിക്കുകയാണ് കേട്ടോ. വർഷങ്ങൾ പഴക്കമുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കാം നോക്കിയേ ഇതിൻ്റെയൊക്കെ ആ ഒരു തല നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അതേമാതിരി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതാ മുന്നോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കരിങ്കല്ലിൽ കൊത്തിയെടുത്തിട്ടുള്ളതെന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നിങ്ങളോട്ട് കയറി കഴിഞ്ഞാൽ ഫുള്ള് കരിങ്കല്ലാണ് കേട്ടോ, ഫുള്ള് കരിങ്കല്ലാണ്. അപ്പോൾ നോക്കിയാൽ ഇതിൻ്റെയൊക്കെ ഒരു വർക്ക് നോക്കിയേ, ഇതൊക്കെ അത്ര വർഷം മുന്നേ എങ്ങനെയാണ് ചെയ്ത് തീർത്തതെന്നൊക്കെ നമുക്ക് തോന്നിപ്പോവും. അത്ര ഫിനിഷിങ്ങിലാണ് ഓരോ കൊത്തുപണികളും ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ എങ്ങനെ ആയിരിക്കും അന്നത്തെ കാലത്ത്. അതായത് 900 വർഷം പഴക്കമുണ്ടെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമ്മളിതാ നേരെ അങ്ങനെ പോകണം. ഒരൊറ്റ കല്ലിലാണ് ഇത് തീർത്തേക്ക് കേട്ടോ. കാണുമ്പോൾ നമുക്ക് അറിയുന്നുണ്ടാവും. ഇവിടുന്ന് ഇങ്ങനെ വന്ന് കഴിഞ്ഞ് ഇവിടെയൊക്കെ ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഇത് ശരിക്കുതാ ഇതുവരെ ഒരൊറ്റ കല്ലിലാണ് ചെയ്തത്. പിന്നെ ഇതാ ഏക്കറക്കണക്കിന് ഒരു കുളം, ഒരു തടാകം നമുക്കിങ്ങനെ കാണാം. ആ ഒരു തടാകത്തിൻ്റെ നടുവിലൂടെ ആ ഒരു വഴി നമുക്കിങ്ങനെ കാണാം. ഇവിടേക്ക് ഇതിലൂടെയാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. അതുപോലെ തന്നെ അവിടെ ഒരു ബ്രിഡ്ജ് കാണാം. ഇവിടേക്ക് നമുക്കിങ്ങനെ കാണാനുണ്ടാവും. അതായത് ഇവിടുന്ന് നമുക്ക് അതിലൂടെ അതായത് വെള്ളത്തിലൂടെ വേണമെങ്കിലും നടന്നു പോകാൻ പറ്റുന്ന രൂപത്തിൽ ഒരു ബ്രിഡ്ജ് ഇവിടുന്ന് ഇങ്ങനെ കാണാം കേട്ടോ. താഴേക്ക് നോക്കി കഴിഞ്ഞാൽ വലിയ വലിയ കരിങ്കല്ലുകൾ ഇങ്ങനെ അടക്കി വെച്ചിട്ടാണ് വഴി നിർമ്മിച്ചിട്ടുള്ളത് കേട്ടോ. ഇവിടുന്ന് ഇങ്ങനെ താഴേക്ക് നോക്കുകയാണെങ്കിലും ആ ഒരു വഴി നമുക്ക് നിർമ്മിച്ച് കാണാൻ പറ്റും. വലിയ വലിയ കരിങ്കല്ലിട്ടിട്ടാണ് ആ ഒരു കുളത്തിലൂടെ ആ ഒരു ക്ഷേത്രത്തിലേക്ക് വഴി നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നടന്ന് പകുതി ദൂരം എത്തിയപ്പോൾ, അതായത് ക്ഷേത്രത്തിലേക്ക് എത്താൻ പകുതി ദൂരം എത്തിയപ്പോൾ ഇവിടെയും നമ്മൾ കയറിയ ആ ഒരു ഭാഗത്തെ പോലെ തന്നെയാണ് ആ ഒരു സെൻട്രൽ കുളത്തിലേക്ക് ഇറങ്ങാൻ ഭാഗത്തിന് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. രണ്ട് ഭാഗത്തും ആ ഭാഗത്തേക്കും വേണമെങ്കിൽ നമുക്ക് ഇറങ്ങാൻ പറ്റും. ചവിട്ടുപടികൾ താഴേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നടന്ന് ക്ഷേത്രത്തിൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട് കേട്ടോ. മുന്നിലെത്തുമ്പോഴാണ് നമുക്ക് എത്രമാത്രം ഹൈറ്റിലാണ് ആ ക്ഷേത്രമൊക്കെ സ്ഥിതി ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് കാണാൻ പറ്റുക. കാരണം അവിടെ നോക്കുമ്പോൾ ചെറിയ ഒരു സ്ഥലം അല്ലെങ്കിൽ ക്ഷേത്രം പോലെ നമുക്ക് തോന്നുമെങ്കിലും നടന്നിവിടെ എത്തുമ്പോഴാണ് ഒരു എന്താ പറയുക, അന്നത്തെ കാലത്ത് ശരിക്കും എങ്ങനെ ഇത് നിർമ്മിച്ചു എന്നൊക്കെ നമുക്ക് തോന്നി പോകും. കാരണം കൂറ്റൻ പാറകൾ ഇങ്ങനെ കൊത്തിയെടുത്ത് ഇതുപോലെ ആ മുകളിലേക്കൊക്കെ എത്തിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതും 900 വർഷം മുന്നേ എന്ന് പറയുന്നത്. അപ്പോൾ 30 വർഷം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ആ ഒരു ക്ഷേത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശരിക്ക് ഈ ഭാഗത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വലിയ രൂപത്തിലുള്ള വൻ മതിലുകൾ നമുക്ക് കാണാം കേട്ടോ. അവിടെ കാണാൻ പറ്റും. മുന്നിൽ ഇതെല്ലാം എന്താ പറയുക, കരിങ്കല്ല് കൊണ്ട് തന്നെയാണ് എല്ലാം കട്ട് ചെയ്തെടുത്തുള്ളത്. ഒരുപാട് എന്താ പറയുക എൻട്രൻസ് ഉണ്ട്. അതായത് അതുവഴി നമുക്ക് വേണമെങ്കിൽ കയറാം. അതുവഴി ആളുകൾ കയറിപ്പോകുന്നത് കാണാം. അതുപോലെ തന്നെ ഇങ്ങനെ ഇതുവഴി നമുക്ക് കയറാം. അതുപോലെ തൊട്ടടുത്ത് മറ്റൊരു കവാടം കൂടി കാണാം. അങ്ങനെ അതിൻ്റെ അടുത്ത് മറ്റൊരു കവാടം കാണാം. അതായത് 4-5 കവാടങ്ങളുണ്ട്. ഏത് വഴി വേണമെങ്കിലും നമുക്ക് പോവാം. പല വഴി കൂടെ ആളുകൾ പോകുന്നുണ്ട്. ക്ഷേത്രത്തിൻ്റെ കുറച്ചും കൂടി അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അതായത് ഒരു ആൾക്ക് ഹൈറ്റ് ഉണ്ട് കേട്ടോ. അവിടെ ശരിക്കും ഒരാൾക്ക് ഹൈറ്റ് ഉണ്ട്. പിന്നീട് നമ്മൾ മുകളിലേക്ക് നോക്കുകയാണെങ്കിലാണ് ശരിക്കും ആ ഒരു എന്താ പറയുക, ഒരു അത്ഭുതം എന്നൊക്കെയുള്ള രൂപത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഇവിടേക്ക് അതായത് കൂറ്റൻ പാറകൾ മുകളിലേക്ക് ഇങ്ങനെ അടക്കി വെച്ച് ഒരു ജോയിൻ്റ് പോലും എവിടെയും കാണാത്ത രൂപത്തിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. അത് ഒരൊറ്റ കല്ലിൽ അങ്ങനെ കൊത്തിയെടുത്തതാണ് നമുക്ക് തോന്നിപ്പോകും. അപ്പോൾ ഇനി നമ്മൾ നേരെ ക്ഷേത്രത്തിലേക്ക് അങ്ങോട്ട് പ്രവേശിക്കുകയാണ്. ശരിക്കും നമ്മുടെ ആ ഒരു കറുത്ത കരിങ്കല്ലെന്ന് പറയില്ലേ, ആ കരിങ്കല്ലല്ലാത്ത രൂപത്തിൽ ഒരു കല്ലാണ് ശരിക്കും. അതായത് നമ്മുടെ നാട്ടിൽ ആ ഒരു കരിങ്കല്ല് പോലെ അല്ല ശരിക്കും കാണാൻ എന്ന കല്ല് തന്നെയാണ്. ഇവിടെ നിന്നൊക്കെ നോക്കിയേ, വേറൊരു ലോകമാണ് കേട്ടോ, അടിപൊളി. അപ്പോൾ ഇതൊന്നല്ല കാഴ്ച, അതിൻ്റെ ഉള്ളിൽ ഇതിലും കൂടുതൽ നമുക്ക് കാണാനുണ്ട്. അപ്പോൾ നമ്മൾ വന്ന വഴിയാണ് ആ കാണുന്നത്. വീണ്ടും നമ്മൾ ഉള്ളിലേക്ക് അങ്ങോട്ട് പ്രവേശിക്കുകയാണ് കേട്ടോ.
പ്രവേശിക്കുന്ന സമയത്ത് കുറച്ച് ഇരുട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ നല്ല രൂപത്തിൽ ആ ഒരു കാറ്റൊക്കെ വരാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് നല്ല രൂപത്തിൽ കരിങ്കല്ലിലാണ് ഇതും കൊത്തിയെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അവിടുന്ന് വീണ്ടും നോക്കുക, വീണ്ടും അങ്ങോട്ട് മുന്നോട്ട് പോവാണ്. ഇവിടേക്ക് ഇങ്ങനൊക്കെ ഇവിടുന്ന് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വേറെ ഏതോ ഒരു ലോകത്തേക്ക് പോകുന്നൊരു ഫീലാണ് കേട്ടോ. കണ്ടോ ഇങ്ങനെ പോകാൻ പറ്റും നമുക്ക്. അത് ഇത് കിലോമീറ്ററോളം ഉണ്ടെന്നാണ് പറയുന്നത് ആ ഭാഗത്തേക്ക്. അതുപോലെ തന്നെ ഇവിടുന്ന് നേരെ അങ്ങനെ നടക്കുകയാണെങ്കിലും ഒത്തിരി നടക്കാനുണ്ടെന്നാണ് പറഞ്ഞത്. ഈ നടക്കുന്ന ആ വഴികളിലൊക്കെ കരിങ്കല്ല് തന്നെയാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ ക്ഷേത്രത്തിലോട്ട് പോകുന്നു. ഇതുവഴി ഇങ്ങനെ നോക്കിക്കഴിഞ്ഞതാ വേറൊരു ലോകം. ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കുമ്പോഴും ഒരേ രൂപത്തിലാണ് അത് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിൽ ഇപ്പോഴും എത്തിയിട്ടില്ല. ക്ഷേത്രത്തിലേക്ക് ഇനിയും പോകാനുണ്ട്. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ മുന്നിലെ ആ ഒരു കവാടങ്ങളാണ് നമ്മൾ കണ്ടത്. ഇനി ക്ഷേത്രം എന്ന് പറയുന്നത് കാണുന്ന കേട്ടോ. അപ്പോൾ നമ്മളവിടെ ഉള്ളിലേക്ക് വന്നപ്പോൾ ഇവിടുന്ന് നോക്കുന്ന ആ ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടേക്ക് ഈ രൂപത്തിൽ ഒത്തിരി ആളുകൾ ക്ഷേത്രം സന്ദർശിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിലേക്കുള്ള ആ ഒരു കവാടം കഴിഞ്ഞതാണ്, പകുതി ദൂരം എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞതാണ് അതിൻ്റെ അടുത്തായിട്ടാണ്, അതായത് ഇതിൻ്റെ അപ്പുറത്താണ് ക്ഷേത്രം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ രണ്ട് സൈഡിലും മറ്റൊരു എന്താ പറയുക ഗോപുരങ്ങൾ കാണാം. ഇവിടെ ഒരെണ്ണം കാണാം. അതുപോലെ തന്നെ തൊട്ടടുത്ത് ഇവിടെ ഒന്ന് കാണാം. അപ്പോൾ ഈ ഒരു ഗോപുരത്തിൽ നമുക്കൊന്ന് കയറിയാൽ കേട്ടോ. രണ്ട് സൈഡിലും ഗോപുരമുണ്ട്. അപ്പോൾ ആ ഒരു വർക്കൊക്കെ കഴിഞ്ഞിട്ട് ബാക്കിയായ ആ കല്ലുകളാണെന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിൽ ഒരുപാട് കരിങ്കല്ലുകൾ ഇവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ. രണ്ട് സൈഡിലും കിടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇതൊക്കെ കൂടി നിർമ്മിച്ച ഇതുപോലൊക്കെ ആവും എന്നുള്ള രൂപത്തിലേക്ക് പല കുത്തുപടികളോട് കൂടിയിട്ടാണ് ഇവിടെ കല്ലുകൾ കിടക്കുന്നത് കേട്ടോ. കേട്ടോ ഒരുപാട് കല്ലുകൾ എടുക്കുന്നുണ്ട്. ഇതിലൊക്കെ നല്ല രൂപത്തിൽ കൊത്തുപണികൾ നമുക്കിവിടെ കാണാം കേട്ടോ. ഒരുപാട് കരിമ്പനകൾ ഉള്ള ഒരു നാടാണ് കേട്ടോ ശരിക്കും ഈ ഒരു നാട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അകലെന്ന് നോക്കുമ്പോൾ ചെറിയൊരു ഗോപുരം തോന്നിയെങ്കിലും അടുത്തേക്ക് വരുമ്പോഴാണ് ഇതിൻ്റെ ഒരു വലിപ്പം നമുക്ക് മനസ്സിലാവുക. ഈ ഒരു ഗോപുരം രണ്ട് സൈഡുകളിലായിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ആളുകൾ നടന്ന് ശരിക്കും നല്ല രൂപത്തിൽ തേമാനം വന്നിട്ടുണ്ടെന്ന് പറയാം. അപ്പോൾ ചവിട്ട് പടികൾ കരിങ്കല്ലുകൊണ്ടുള്ളത് നമുക്കിങ്ങനെ കാണാം. അപ്പോൾ നേരെ ഉള്ളിലേക്ക് കയറുന്നു. കയറി കഴിഞ്ഞതാ നമ്മൾ നേരത്തെ കയറിയ പോലെ തന്നെയാണ് ഇതിൻ്റെ ആ ഒരു എൻട്രൻസ് ഉള്ളത്. എന്ത് ഭംഗിയില ചെയ്തിരിക്കണം നോക്കി, അടിപൊളി നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളിതാ ഇതിലൂടെ അങ്ങോട്ട് കടന്നു നോക്കാം. ഈ കല്ലിൻ്റെ ഒരു വലിപ്പം കണ്ടോ. ഇതൊക്കെയാണ് ഈ പറയുന്നത് ഇത് നിർമ്മിക്കാൻ 30 വർഷത്തിന് മുകളിലെടുത്തു എന്നൊക്കെ പറയുന്നത്. അപ്പോൾ വീണ്ടും ഏത് വഴി കയറണം അല്ലെങ്കിൽ കിടക്കണം എന്ന് തോന്നിപ്പോയി ഇതിൽ വന്നാട്ടോ. കേട്ടോ ഒരു കവാടതാ ഇതുവഴി നമുക്ക് പുറത്തേക്ക് വരാം. അപ്പോൾ ആ ഗോപുരത്തിൽ നിന്ന് നേരെ നമ്മളിതാ ഇതിലൂടെ നടന്നു കഴിഞ്ഞാൽ തൊട്ടടുത്ത് നേരെ കാണുന്ന മറ്റൊരു ഗോപുരത്തിലേക്കും ഇതേ രൂപത്തിൽ തന്നെയാണ് അതും ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇങ്ങനെ നമുക്ക് കാണാം ഇതൊക്കെ കരിങ്കല്ലാണ് കേട്ടോ. കരിങ്കല്ലില്ലാത്തൊരു കേസില്ല എന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. അപ്പോൾ ഇവിടെ വന്നാലും പല വഴിയിലൂടെ നമുക്ക് ഉള്ളിലോട്ട് കയറാൻ പറ്റും. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇതുവഴി നമുക്ക് കയറാൻ പറ്റും. അതിലൂടെ നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒത്തിരി ആളുകൾ നടക്കുന്നത് കാണാം. എന്തായാലും നമുക്ക് ഉള്ളിലോട്ട് കയറി നോക്കാം. ഇവിടെ ഒരുപാട് തൂണുകളോട് കൂടിയിട്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് കേട്ടോ. തൂണുകൾ നമുക്ക് കാണുന്നുണ്ട് ഇവിടേക്ക്. ശരിക്കും ആ ഒരു കരിങ്കല്ലിൽ നിർമ്മിച്ച ഒരുപാട് തൂണുകൾ നമുക്ക് കാണാം. അപ്പോൾ നമ്മളിതാ വീണ്ടും മുന്നോട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ചവിട്ട് പടികളൊക്കെ കയറിയതാ ഒരു ക്ഷേത്രത്തിൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട്. ഇവിടുന്ന് താഴേക്ക് നോക്കുമ്പോൾ വേറൊരു ലോകം കേട്ടോ. അതായത് ആ ഒരു കുളവും അതുപോലെ തന്നെ ആ വന്ന വഴി ആ ഒരു എന്താ പറയുക നടന്നു വന്ന ആ ഒരു പാറക്കെട്ടിലൂടെ നടന്നു വന്ന ആ വഴി നോക്കിയേ എന്ത് ഭംഗിയെന്ന് പറയുന്നത് നോക്കുമ്പോൾ. അപ്പോൾ ഒരുപാട് പേര് ഇവിടെ വിശ്രമിക്കാൻ ഇരിക്കുന്ന ആ ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ നമ്മൾ വീണ്ടും മുന്നോട്ട് പോകാം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ആ ഒരു കരിമ്പന കൂട്ടങ്ങളുടെ ഇടയിലാണ് ആ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വേണമെങ്കിൽ പറയാം. കാരണം ഒത്തിരി കരിമ്പനകൾ കാണാം. ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നേ വീണ്ടും നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടേക്ക് ആ വന്ന വഴികളും ഒത്തിരി ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ആ ഒരു സൂര്യ അസ്തമയത്തിൻ്റെ ഒരു സമയമായിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ ഇവിടേക്ക് നേരെ ഇനി ക്ഷേത്രത്തിലേക്ക് പോവാണ്. ഇവിടുന്നൊക്കെ നോക്കുമ്പോൾ നല്ല പച്ചപ്പിൽ എന്ത് ഭംഗിയാണെന്നറിയോ. മുന്നിലേക്ക് പോകുന്തോറും ശരിക്കും നല്ല രൂപത്തിലുണ്ട്. ഇതിലേക്ക് കൊത്തുപടിയൊക്കെ അടിപൊളി നല്ല രൂപത്തിൽ കരിങ്കല്ലിൽ നിർമ്മിച്ച ആ ഒരു കുത്തുപണികൾ നമുക്ക് ഇവിടുന്ന് കാണാം. ഇവിടേക്ക് പുരാതന, അതായത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, അതായത് 900 വർഷം പഴക്കം എന്നൊക്കെ നമ്മളോട് പറഞ്ഞിരുന്നു. അപ്പോൾ അത്രമാത്രം പഴക്കമുണ്ടെന്ന് നമുക്ക് ശരിക്കും ഇവിടുന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് അത് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ഇവിടുന്ന് ശരിക്കും എന്ത് വ്യൂ നോക്കി
അടിപൊളി. അപ്പോൾ നമ്മൾ നേരെ വീണ്ടും ഇതുവഴി പോവുകയാണെങ്കിൽ ഇങ്ങനെ പോകാൻ പറ്റും കേട്ടോ. വന്നു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. കാരണം ഈ കരിങ്കല്ലുകൊണ്ട് എങ്ങനെ ഇങ്ങനെ കെട്ടിടം നിർമ്മിച്ചു എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും. കാരണം രണ്ട് കരിങ്കല്ല് ഈ രൂപത്തിൽ വെച്ചിട്ട് എങ്ങനെയാണ് ഇത് നിലനിൽക്കുന്നതെന്നൊക്കെ നമുക്ക് തോന്നിപ്പോകുന്ന രൂപത്തിലാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതായത് നമ്മൾ പുറത്തേക്ക് നോക്കുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ എന്താ പറയുക, അവിടെ നിന്ന് കഴിഞ്ഞാൽ അങ്ങനെ നോക്കിപ്പോകുന്നുള്ള രൂപത്തിലാണ്. കാരണം ആ സൂര്യൻ അസ്തമിക്കുന്ന ആ ഒരു കാഴ്ചയും അതുപോലെ തന്നെ ആളുകളൊക്കെ അവിടെ നിങ്ങൾ നടന്നു വരുന്ന ആ ഒരു കാഴ്ച കൂടിയിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു കുളം പോലെ നമുക്ക് തോന്നിപ്പോകുന്ന രൂപത്തിൽ ഒരു കുഴിയാണ് കേട്ടോ. ഇത് കുളം തന്നെ ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ചവിട്ട് പടികളൊക്കെ കാണാനുണ്ട്. അപ്പോൾ കുളം തന്നെ ആയിരിക്കാം. ഇപ്പോൾ കുളത്തിൽ വെള്ളമൊന്നുമില്ല, പക്ഷേ താഴത്ത് ഇതുപോലെ തന്നെ ഫുൾ കരിങ്കല്ലുകൊണ്ട് തന്നെയാണ് അതും നിർമ്മിച്ചിട്ടുള്ളത്. ഇടയിലൊക്കെ കുളം എന്ന് പറഞ്ഞാൽ 1-2 അല്ല കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ തന്നെ കുളങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് കേട്ടോ. അതിലൊന്നും വെള്ളമില്ല, 4 ഭാഗത്തും കുളങ്ങൾ തന്നെയാണ്. ഇത് അങ്ങോട്ട് പോയാലുണ്ട്. ഇതാ ഇവിടെ നോക്കി കഴിഞ്ഞതാ ഇവിടെ കാണാം. ഓഹ്, വേറെ ലോകട്ടോ. ഇവിടെ നിന്നിട്ട് ശരിക്കും നമ്മൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മുകൾക്കൊക്കെ നോക്കി അവിടെ നടന്ന് മറ്റൊരു കുളത്തിൻ്റെ മുന്നിലെത്തിയിട്ട് അതിൽ തൊട്ടടുത്തതായിട്ട് ചെരുപ്പ് ഇവിടെ ഊരി വെക്കണം. അതുപോലെ തന്നെ ഇവിടെ പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ കുറച്ച് ശില്പങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഇതുവഴി പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും കേട്ടോ. ഇതുവഴി പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു കുളം, ഇടയ്ക്കിടയ്ക്ക് കുളങ്ങൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിലെല്ലാം കുളങ്ങളാണ്. നമ്മൾ അവിടുന്ന് മറ്റൊരു കുളത്തിൻ്റെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടുന്ന് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ശില്പങ്ങൾ നമുക്ക് കാണാം കേട്ടോ. കരിങ്കല്ലിനെ കുത്തിവെച്ച ഒത്തിരി ശില്പങ്ങൾ നമുക്ക് കാണാം. നോക്കിയേ, കരിങ്കല്ലിൽ കുത്തിവെച്ച ഒത്തിരി ശില്പങ്ങൾ. പല രൂപത്തിലുള്ള ശില്പങ്ങൾ നമുക്ക് കാണാം. അതുപോലെ തന്നെ മരത്തിൽ കുത്തിവെച്ച ശില്പവും നമുക്ക് കാണാം. ഇതിൻ്റെയൊക്കെ പകുതിയുള്ളൂ കേട്ടോ. ശരി, കരിങ്കല്ലാണ്. കരിങ്കല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് കരിങ്കല്ല് വരില്ലേ, അമ്മാതിരി കല്ല്. അപ്പോൾ ഇവിടെ മറ്റൊരു ശില്പം. ഇവിടെ ഒത്തിരി ശില്പങ്ങൾ കാണാം കേട്ടോ, ഒത്തിരി ശില്പങ്ങളുണ്ട്. നമ്മൾ വീണ്ടും ഇങ്ങോട്ടിങ്ങനെ പോവുകയാണ്. ഇവിടെയൊക്കെ ഒത്തിരി ശില്പങ്ങൾ കാണാം. നോക്കിയേ, പല രൂപത്തിലുള്ള ആ ശില്പങ്ങൾ നമുക്കിവിടെ കാണാം. ഇതുവഴി പോയാൽ നമ്മൾ നേരത്തെ വന്ന ആ ഒരു വഴിയിലെത്തും. ശരിക്കും ഇവിടെ ഒറ്റയ്ക്ക് വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഈ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ വഴി തെറ്റിപ്പോവും എന്ന് തോന്നിപ്പോകുന്ന രൂപത്തിലാണ് ഒരുപാട് വഴികൾ. മുന്നോട്ട് വന്നപ്പോൾ മറ്റൊരു ലോകം. അതായത് ഒരുപാട് ചന്ദനത്തിരികൾ നമുക്കിവിടെ ഇങ്ങനെ കത്തിച്ച് വെച്ചിരിക്കുന്നത് കാണാം. അതിൻ്റെ ആ ഒരു മുന്നിലേക്ക് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ മറ്റൊരു ഗോപുരം നമുക്കിവിടെ കാണാം കേട്ടോ. ചുറ്റുപാവും ഗോപുരങ്ങൾ നമുക്ക് കാണാം. ഇവിടെ ചന്ദനത്തിരി കത്തിച്ച് ഒത്തിരി ആളുകൾ പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാം കേട്ടോ. ഒത്തിരി ആളുകൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് കാണാം. ഈ ചന്ദനത്തിരി ആയിരിക്കാം നമ്മളിപ്പോൾ നേരത്തെ പോയി കണ്ട ആ ഒരു സ്ഥലത്ത് പിന്നീട് കൊണ്ടുവെക്കുന്നതായിരിക്കാം. ചവിട്ടുപടികളൊക്കെ കയറിയതാണ് നമ്മളിതാ വീണ്ടും ആ ഗോപുരത്തിൻ്റെ മുകളിലെത്തിയെന്ന് പറയില്ലേ, അവിടുന്ന് നമ്മൾ നോക്കുമ്പോൾ ഗോപുരം നിന്നില്ലല്ലോ. അപ്പോൾ ആ ഒരു ഗോപുരത്തിൻ്റെ മുകളിലാണ് നമ്മൾ എത്തിയിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ അവിടുന്ന് നടന്ന് നമ്മൾ ആ ഒരു വീഡിയോ തുടങ്ങുമ്പോൾ ഗോപുരം നമ്മൾ താഴത്തുനിന്ന് കണ്ടിരുന്നു. അതിൻ്റെ മുകളിൽ നമ്മൾ എത്തിയിട്ടുണ്ടോ. ഇതാണ് നമ്മൾ ആ താഴത്തുനിന്ന് കണ്ടിരുന്ന ആ ഒരു 3 ഗോപുരം. അതിൻ്റെ ഉള്ളിലേക്കൊക്കെ കണ്ട് നോക്കുമ്പോൾ നമ്മൾ പഴയ സിനിമകളിലോ അല്ലെങ്കിൽ സ്വപ്നങ്ങളിലൊക്കെ കാണുന്ന രൂപത്തിലുള്ള ആ ഒരു ഫീലാണ് കേട്ടോ. ശരിക്കും നോക്കി കഴിഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയുന്നുണ്ടാവും ഇവിടേക്ക് അങ്ങോട്ട് കയറാനിപ്പോൾ അനുവാദമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കയറുന്നില്ല. പക്ഷേ ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോൾ വേറെ ഏതോ ഒരു മായാലോകത്ത് വന്ന് പെട്ട മതിയാണ് നമുക്ക് തോന്നുക. അത്രക്ക് ഭംഗി എന്ന് പറയില്ലേ, അത്രക്ക് ഭംഗിയിലാണ് അന്നിത് ചെയ്തു വെച്ചിട്ടുള്ളത്. ശരിക്കും സമ്മതിക്കുന്നേ വേണ്ട. അന്നത്തെ ആ ഒരു മനുഷ്യരുടെ കഴിവ് ശരിക്കും നമ്മൾ എടുത്ത് പറയുന്നത് വേണം. അപ്പോൾ ഇതുവഴിയൊക്കെ ഇങ്ങനെ നമുക്ക് പോകാൻ പറ്റും. ഇത് നമുക്ക് ചുറ്റാൻ പറ്റും കേട്ടോ. ഇതുവഴി വന്നു കഴിഞ്ഞാൽ അതുവഴി ചുറ്റി വരാൻ പറ്റും. ഇവിടെ വരുമ്പോഴാണ് അതിൻ്റെ ആ നിർമ്മിതം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ ശരിക്കും ഇവിടേക്ക്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം 30 വർഷം എടുത്തിട്ടാണ് ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് എന്ന് പറയുന്നുണ്ടാവും. കാരണം അത്രമാത്രം പണികൾ ഇതിലെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല രൂപത്തിലുള്ള ശില്പങ്ങൾ ആ ഒരു കരിങ്കല്ലിൽ ഇങ്ങനെ കൊത്തിവെച്ച് നല്ലൊരു വൃത്തിയിൽ നമുക്ക് ചെയ്തിരുന്നത് കാണാൻ. ഇവിടേക്ക് ഓരോ ഭാഗങ്ങൾ നമുക്ക് നോക്കിയാൽ അറിയുന്നുണ്ടാവും. അത്രയ്ക്ക് വൃത്തിയിലാണ് ആ കൊത്തുപണികൾ ചെയ്തു വെച്ചിട്ടുള്ളത്. ഇവിടെയൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇവിടെയൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. നല്ല രൂപത്തിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതുവഴി ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ വീണ്ടും നമ്മൾ മുകളിലേക്ക് ഇങ്ങനെ കയറി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ മറ്റൊരു ഗോപുരത്തിൻ്റെ ഉള്ളിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ 4 ഭാഗത്തേക്ക് നമുക്ക് കിടക്കാൻ പറ്റും. ഇങ്ങോട്ട് കിടക്കാം, അതുപോലെ തന്നെ ഇവിടെ കിടക്കാം, അതുവഴി ഇതുവഴി പോയി നോക്കി കഴിഞ്ഞാൽ ഇതുവഴി നമുക്ക് കിടക്കാൻ പറ്റും. അടിപൊളി. ഇതുവഴി നമുക്കങ്ങനെ പോകാനും പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ ഇതുവഴി
ഏത് വഴി കടക്കണം എന്ന് തോന്നിപ്പോകുന്ന രൂപത്തിലാണ് നമുക്കിവിടെ വന്ന തോന്നിപ്പോവാം. എനിക്ക് നമ്മൾ അവിടുന്ന് താഴത്ത് നോക്കുമ്പോൾ ഇതിൻ്റെ മുകളിൽ ഇതുവരെ നമുക്ക് കയറി വരാൻ പറ്റുമെന്ന് തോന്നിയിരുന്നില്ല. പക്ഷേ ഇവിടെ വരുമ്പോഴാണ് ഇതുവരെയൊക്കെ നമുക്ക് നടന്നു വരാൻ പറ്റും എന്നൊക്കെ മനസ്സിലാവുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഹൈറ്റ് നമുക്ക് മനസ്സിലാവുണ്ടാവും. ഒരാൾ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഹൈറ്റ് നമുക്ക് മനസ്സിലാവുണ്ടാവും. അത്രമാത്രം ഹൈറ്റിലാണ് ഇത് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഓരോ കല്ലുകളും അടക്കി വെച്ച് അങ്ങനെ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോയി അവിടെ ഒരു ഗോപുരം. സുഹൃത്തുക്കളതാ നമ്മൾ അവസാനം ഇവിടെ എത്തി. ഇപ്പോൾ ടൈം കഴിഞ്ഞിട്ട് 6 മണി വരെ 6 മണി വരെയുള്ള 6 മണി കഴിഞ്ഞു. എല്ലാവരുടെയും പറഞ്ഞയക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കണ്ട കാഴ്ച ശരിക്കും ഒരു അത്ഭുത ലോകത്തൂടെ യാത്ര ചെയ്ത മാതിരി നമ്മൾ സ്വപ്നങ്ങളെ കാണാറുണ്ടല്ലോ, അതുപോലൊക്കെയാണ് നമുക്ക് ഫീൽ ചെയ്തത് അല്ലേ. അത്രമാത്രം ആളുകളുടെ ആ ഒരു അന്നത്തെ ശരിക്കും സമ്മതിച്ചേ പറ്റും. അന്നത്തെ ആളുകളൊക്കെ 4-5 മണിക്കൂർ നടന്നാൽ പോലും എത്താത്ത രൂപത്തിൽ ഇവിടെ കാണാണ്ടെന്നുള്ളത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.